ബറാത്ത് നോമ്പ് തുറക്കുമ്പോഴേക്കിന് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യം പൊരിക്കടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളിവടയും ചെമ്മീൻ പക്കവടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഉള്ളിവടക്ക് 2 വലിയ സവാള അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. പിന്നെ ചെമ്മീൻ പക്കവടക്ക് ഒരു സവാള കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അധികം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിവടയ്ക്ക് കുറച്ച് കൂടുതൽ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊക്കവടയ്ക്കും കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിവടയ്ക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ പൊക്കവടയ്ക്കും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഉള്ളിവട ഉണ്ടാക്കുന്നേക്കും ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ മുളക് പൊടി പൊക്കവട ഉണ്ടാക്കുന്നേക്കും ഇട്ട് കൊടുത്തു. ഉള്ളിവടയ്ക്ക് 1 ടീസ്പൂൺ പൊടിപ്പും പൊക്കവടയ്ക്ക് 1/2 ടീസ്പൂൺ പൊടിപ്പും ചേർത്ത് കൊടുത്തു. ഇനി പൊക്കവട ഉണ്ടാക്കുന്നേക്ക് ഒരു കയ്യിൽ പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുത്തു. ഉള്ളിവട ഉണ്ടാക്കുന്നേക്ക് 4 വലിയ ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുത്തു. ഇപ്പം ഇത് രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ നമുക്ക് ഒപ്പം ഉണ്ടാക്കാം. ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ ഉള്ളിവടയ്ക്ക് പിന്നെ കുറച്ച് കടലമാവ് ചേർത്ത് കൊടുത്തു. പൊക്കവടയ്ക്കും കുറച്ച് കടലമാവ് ചേർത്ത് കൊടുത്തു. അപ്പോൾ പൊക്കവടയിൽ കടലമാവാണ് കൂടുതൽ വേണ്ടത്. പിന്നെ കുറച്ച് അരിപ്പൊടി, മൈദ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒരുപാട് കൂടി പോകരുത്. അപ്പോൾ എണ്ണ നല്ല കുടിക്കും ചെയ്യും, പുറത്തൊരു കോട്ടിങ് ഉണ്ടാവില്ല. കുറച്ച് കട്ടിയുള്ള മാവ് വേണം, ഒരുപാട് കട്ടി അധികമാവരുത്. പിന്നെ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഈ ഉള്ളിലുള്ള ചെമ്മീനും വേവില്ല, പിന്നെ മാവും വേവില്ല. മാവിൻ്റെ ഉള്ളിലൊക്കെ ഒരു വേവാത്ത പോലെ ആയിരിക്കും. പിന്നെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ്റെ നാരും തോടും ഒക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയതാണ് കേട്ടോ. ഉള്ളിവടയ്ക്ക് നമ്മൾ 1 കപ്പ് മൈദയും പിന്നെ 1/2 കപ്പ് കടലമാവും ചേർക്കണം. പിന്നെ നമ്മൾ എടുക്കുന്ന ഉള്ളിയുടെ അളവനുസരിച്ച് പിന്നെ മാവ് മാറ്റം വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇത്രയും ഇത് ചേർത്തിട്ട് ഒന്നിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര ഇനി മാവ് ഇടണം, അത് കട്ടിയാവാൻ. അങ്ങനെ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഉള്ളിവടയിൽ കൂടുതൽ മൈദയാണ് ആവശ്യം, എന്നാൽ ഒരു സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കും. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയില്ല. കുറേ വെള്ളം കൂടിക്കഴിഞ്ഞാൽ എണ്ണ കുടിക്കുമായിരിക്കും. പിന്നെ ഒരു കൂടെ ഒരു എണ്ണ ആയിരിക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ വെള്ളമില്ലാതെ കട്ടിയായാലും ഉള്ളി വേവില്ല, ക്രിസ്പി ആവും. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇപ്പോൾ ഞാൻ 3 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തത്. അപ്പോൾ അത് പാകത്തിന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇതിൽ ഉള്ളിവടയിൽ മാവ് കൂടുതൽ പറ്റില്ല. ഉള്ളിവടയാണല്ലോ, മാവ് വടയല്ലല്ലോ. അപ്പോൾ ഉള്ളിവടയിൽ ഉള്ളിയാണ് കൂടുതൽ നമുക്കിങ്ങനെ മുന്നിട്ട് നിൽക്കേണ്ടത്. ഈ ഉള്ളി ഇങ്ങനെ ഒട്ടി നിൽക്കാനുള്ളൊരു മാവ് അത്രയും മതി. ഇതിലേക്ക് കറിവേപ്പിലയും ചേർക്കും കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പില എടുത്ത് കൊണ്ടുവന്നത് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല. കറിവേപ്പിലയും ചേർക്കണം. പിന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് കയ്യിലിട്ടിട്ട് ഇങ്ങനെ പരത്തിയിട്ട് എണ്ണയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വലുത് വേണമെങ്കിൽ വലുത്, ചെറുത് വേണമെങ്കിൽ ചെറുത്, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആ ഒരളവിൽ ഇതിൽ നിന്ന് മാവ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളിവട ഉണ്ടാക്കുമ്പം പിന്നെ ചിലപ്പം മുരിങ്ങയിലൊക്കെ ഇടലുണ്ട് കേട്ടോ. മുരിങ്ങൻ്റെ തൂമ്പിലല്ലേ, അതും പിന്നെ കറിവേപ്പില അരിഞ്ഞ് ചേർക്കലുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ചെമ്മീൻ പക്കവടയിൽ കുറച്ച് മാവ് കുറവാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് കടലമാവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായി. അപ്പോൾ അതിലിങ്ങനെ ഒരു മാവിൻ്റെ ഒരു കോട്ടിങ് കുറവായിട്ട് തോന്നി. പിന്നെ നല്ല കട്ടിയൊന്നും വേണ്ട. അത് പൊരിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇതിൽ മാവ് കുറവാണ് തോന്നും, പക്ഷെ പൊരിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കോട്ടിങ്ങിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് അപ്പസോഡ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അപ്പസോഡയൊക്കെ ചേർക്കും പൊക്കവടയും അല്ലെങ്കിൽ പൊരിക്കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ. പക്ഷേ ഞാനതൊന്നും ചേർക്കാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാലും നല്ല ടേസ്റ്റാണ്, അത്യാവശ്യം പൊങ്ങി വരികയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ വെറുതെ അതൊന്നും ചേർക്കേണ്ട കാര്യമില്ലല്ലോ. വീട്ടിൽ നാടനായിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി, നമുക്ക് കഴിക്കാനല്ലേ. അത്യാവശ്യം നല്ല ടേസ്റ്റിൽ നല്ല ആരോഗ്യത്തോടെ
ഉണ്ടാക്കുക, ആരോഗ്യത്തിന് നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് സ്വീറ്റ് കോൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ 2 സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഇത് നല്ല വണ്ണവും വലിപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ അത് 2 കഷ്ണാക്കിയിട്ട് ഇങ്ങനെ 4 പീസാക്കിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിക്കാം. ഇനി നമുക്ക് അത് വേകുമ്പോഴേക്കും ഉള്ളിവടയും പൊക്കവടയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മളതിലേക്ക് ആദ്യം ഞാൻ ഉള്ളിവടയാണ് പൊരിക്കണേ. കാരണം ആദ്യം പൊക്കവട പൊരിച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ പൊക്കവടയാണ്. അപ്പം ആ ഒരു മീനിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ളിവടയ്ക്ക് വരുമ്പം ഉള്ളിവടൻ്റെ ആ ഒരു ടേസ്റ്റ് പോകില്ലേ. അപ്പോൾ ആദ്യം ഉള്ളിവട പൊരിക്കാം. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, പൊക്കവട പിന്നെ പൊരിക്കുമ്പോൾ അതിലും ഉള്ളിയും ഈ സെയിം മസാലകളൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പം ഉള്ളിവടൻ്റെ ടേസ്റ്റ് അതിന് പ്രശ്നം വരുന്നില്ല. പക്ഷേ ചെമ്മീൻ്റെ ടേസ്റ്റ് ഉള്ളിവടക്ക് പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഉള്ളിവട പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഇത് പരത്തിയെടുത്തത് കേട്ടോ. മാവ് ഇങ്ങനെ കട്ടില്ലാതെ നമ്മൾ കയ്യിൽ വെച്ച് പരത്തിയെടുക്കണം. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ഉള്ളു വേവില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇതിൽ അധികം മാവ് ഇല്ല, കണ്ടില്ലേ, ഉള്ളിയാണ് കൂടുതൽ. ഉള്ളി ഇങ്ങനെ ഒട്ടി നിൽക്കാനുള്ള മാവേ ഉള്ളൂ. ഉള്ളിവട നന്നായിട്ട് ഇങ്ങനെ മുങ്ങി നിൽക്കണം, അപ്പോഴാണ് എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് ഒരുപോലെ പൊരിഞ്ഞ് വരിക. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് അത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാ ഉള്ളിവടയും ഇങ്ങനെ പൊരിച്ചെടുക്കുക. പിന്നെ ഞാൻ കുറേ എണ്ണ ഒഴിച്ചിട്ടൊന്നും പൊരിക്കണില്ല. അപ്പോൾ ഒരു ട്രിപ്പിൽ നമുക്ക് ഇതുപോലെ 4 എണ്ണം പൊരിക്കാം. കുറേ എണ്ണ ഒഴിച്ച് പൊരിച്ചിട്ട് പിന്നെ അവസാനം നമ്മൾ ആ എണ്ണ കളയൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ സീക്കോൺ ഇതാ അവിടെ വെന്ത് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. ഇത് അതുണ്ടോ വീർത്ത് വന്നിക്കണേ. സ്വീറ്റ് തിന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഇത് നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ഒരു മധുരവും ഒക്കെ കൂടെ ഉള്ളൊരു ടേസ്റ്റ്. പിന്നെ കുട്ടികൾക്കും ആർക്കും കഴിക്കാനൊക്കെ നല്ല രസമാണ്. മറ്റേത് ഒരു ബലല്ലായിരിക്കും. നമ്മൾ മാളുകളിലൊക്കെ പോകുമ്പം അവിടെ ഇങ്ങനെ സ്വീറ്റ് കോൺ പലതരം മസാല ഇട്ടിട്ടൊക്കെ അങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴേക്കും സ്വീറ്റ് കോണും ഉള്ളിവടയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊക്കവടയും പൊരിച്ചെടുക്കണം. പിന്നെ എന്താ പറയുക, കറിയും അപ്പം ഇതൊക്കെ ഉണ്ടാക്കണം, ജ്യൂസും ഒക്കെ ഉണ്ടാക്കണം. നോമ്പായി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ഫുള്ള് ബിസി ആയിരിക്കും. ഉച്ചയ്ക്ക് അങ്ങോട്ട് തുടങ്ങിയാൽ വൈകുന്നേരം വരെ പണികളുണ്ടാവും. നമ്മൾ നോമ്പ് തുറക്കുമ്പോഴേക്കിനുള്ള ഓരോ ഫ്രൂട്ട്സും പൊരിക്കടിയും ജ്യൂസുകളും ഒക്കെ റെഡിയാക്കണം, തരിക്കഞ്ഞിയും അങ്ങനെ. അപ്പോൾ നമ്മൾ ചെമ്മീൻ ആ മസാലയും ഉള്ളി ഒക്കെ കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് വേറെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നിച്ചിടരുത് കേട്ടോ. അപ്പോൾ ഒന്നിച്ച് കൂടി ഒരു വട്ടത്തിൽ അപ്പം പോലെ കിടക്കും. ഓരോ മീനും വേറെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ശരിക്കും നോമ്പിന് പണി കുറവാണെന്ന് വിചാരിക്കും ചിലർ. പക്ഷേ നമ്മൾ പെണ്ണുങ്ങൾക്കറിയാം നോമ്പിലാണ് പണി കൂടുതൽ അല്ലേ. കാരണം നമുക്ക് രാവിലെയും ഉച്ചക്കും ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കണ്ട. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഒരു ഒഴിവും ഉണ്ടാവില്ല. നോമ്പ് തുറക്കുമ്പോഴേക്കിന് നമ്മൾ പൊരിക്കടി ഐറ്റംസും ഇതുകളും ഒക്കെ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക, അപ്പോൾ പത്തിരിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അത്താഴത്തിനുള്ളത്, ചിലർ രാത്രി കഞ്ഞി കുടിക്കും, അപ്പോൾ അതും അത്താഴത്തിനുള്ളതും കൂടെ ഉണ്ടാക്കണം. ഉപ്പേരി, കറി, മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കഴുകലാണ്. കുറേ പാത്രങ്ങൾ പരന്ന് കിടക്കുന്നുണ്ടാവും. അതൊക്കെ കഴുകി നമ്മൾ കിടക്കുമ്പോഴേക്കും രാത്രി 10-12 മണിയാവും അല്ലേ. ഒറ്റക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണിയെടുക്കാൻ ഒറ്റക്ക് കുട്ടികൾ ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക്. അപ്പോൾ നമ്മൾ ചെമ്മീൻ പൊക്കവട റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു കളറൊക്കെ ആയപ്പോൾ ഞാൻ അത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തു. ഇത് നല്ലതായി വെന്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മൂപ്പിച്ച് കരിയിച്ച ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, വെന്തിട്ടില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു കളറാകുമ്പോൾ കറക്റ്റാണ്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ദോശയ്ക്കുള്ള സ്റ്റൂ ആണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 സവാള കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി, ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ചെറുതായി കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കടലയുണ്ട് കേട്ടോ, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ പച്ചക്കടല വെള്ളത്തിലിട്ട് വെക്കണം.
അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 കഷ്ണം പട്ടയും ഒരു 5-6 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റൂവിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിതിലേക്ക് പിന്നെ മസാലകളൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇത് രാത്രിക്ക് ഉണ്ടാക്കില്ലേ, അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ രാവിലെയും കൂടെ ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഇതിക്ക് നമ്മൾ സവാള കൊത്തിയരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ രാവിലെ കുട്ടികൾ പോകുമ്പോഴേക്കും നമുക്ക് കടിയും കറിയും ഒക്കെ ആവണ്ടേ. അപ്പോൾ ഇത് ഏതായാലും രാത്രി ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് കുറച്ച് കോരി മാറ്റി വെച്ച് ചൂടാറിയിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചാൽ നമുക്കത് പിന്നെ രാവിലെ കുട്ടികൾക്ക് ചൂടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ആ തണുപ്പ് കൊടുക്കനെ ചൂടാക്കാൻ പറ്റില്ല, തണുപ്പ് ആറിയിട്ട് ചൂടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കേടാണ്. അപ്പം ഞാൻ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ബാക്കി പച്ചക്കറികൾ അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്തു. മുളക് ഞാൻ അധികം ഇടുന്നില്ല കേട്ടോ. അതിലേക്ക് ഒരു 2-3 പച്ചമുളകും പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും പൊടിയും ചേർത്താൽ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. കൂടുതൽ എരിവാണെന്നുള്ളവർ കൂടുതൽ പച്ചമുളക് ചേർക്കാം. അപ്പോൾ അതൊക്കെ കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ സ്റ്റൂ ഒരു മഞ്ഞ കളർ വേണ്ടേ. മല്ലി മുളക് ഇട്ട കറി വേറൊരു ടേസ്റ്റും അത് ഇടാത്ത കറി വേറൊരു ടേസ്റ്റുമാണ് അല്ലേ. അപ്പോൾ ഇനി ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം വെള്ളമാണ്, ഈ പച്ചക്കറിയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഈ പച്ചക്കടലയും പിന്നെ ഈ കിഴങ്ങും ഇതൊക്കെ വെന്ത് വരുമ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റും. പിന്നെ അതൊക്കെ നല്ല കുറുക്കുള്ള സാധനമല്ലേ. അപ്പോൾ നമ്മളിത് വെന്തയ്ക്ക് ഉള്ളതിനേക്കാളും കുറച്ച് നേരം ഇരുന്നാൽ കട്ടിയായി വരും. അപ്പോൾ പച്ചക്കടല ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഒരു കയ്യിലെടുത്തിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ വരുന്ന വരെ വേവിക്കാം. ഞാൻ ചട്നി ഉണ്ടാക്കണോ സ്റ്റൂ ഉണ്ടാക്കണോ എന്നിങ്ങനെ ആലോചിച്ചു. അവസാനം സ്റ്റൂ ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ച്, അങ്ങനെ പിന്നെ സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ നമുക്കിത് അടച്ച് വെക്കാം. ചില കുക്കറിന് പിന്നെ ഒരു 4-5 വിസിലടിച്ചാലേ വേവുള്ളൂ. ചില കുക്കർ ഒരു 3 വിസിലടിച്ചുമ്പോൾ തന്നെ വേവും. അപ്പോൾ ഇതാ ഞാൻ ദോശക്ക് മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് നിറച്ച് വന്നിട്ടുണ്ട്. ഇനി ദോശ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ അരിയും ഉഴുന്നും പിന്നെ ഉലുവയും 2 കപ്പ് പച്ചരിയും 1 ടീസ്പൂൺ ഉലുവയും പിന്നെ 1 കപ്പ് ഉഴുന്നും ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഒരുമിച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനത് അരച്ചെടുത്തു. പിന്നെ കുറച്ച് ചോറും ചേർത്തിട്ട് അരച്ചു. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള അപ്പം ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് കുറച്ച് നീട്ടി പരത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ചെറുതാക്കി പരത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റായിട്ട് നല്ല ദോശ ഉണ്ടാക്കാം. ഞാനിതിൽ പിന്നെ അപ്പസോഡ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പസോഡ ഈസ്റ്റ് അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് കൂടുതൽ നേരം ഇത് വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിറച്ച് വരും. അതുപോലെ ഒരു 8 മുതൽ 12 മണിക്കൂർ വരെയെങ്കിലും അതൊന്നിങ്ങനെ പിന്നെ കലക്കി വെക്കണം മാവ്. അപ്പോൾ നന്നായിട്ട് നിറച്ച് വരും. അപ്പോൾ ദോശയൊക്കെ ചുട്ടെടുത്തു. സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റൂ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്യാൻ ഇതൊക്കെ ഒന്ന് കുത്തി ഒടിച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കട്ടയാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വത്തക്ക ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പം സ്റ്റൂ ഒക്കെ തിന്നിട്ട് പിന്നെ കിടന്നുറങ്ങാനൊക്കെ കുറച്ച് നേരം വൈക്കും. മോള് രാത്രി 2-3 മണി വരെ ഭയങ്കര കളിയായിരിക്കും. വൈകുന്നേരം ഉറങ്ങും, പിന്നെ രാത്രി ഉറക്കില്ല. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.